ഇടുക്കി ഉപ്പുതറയിലെ 3 കുരുന്നുകളുടെ കണ്ണീരും നിലവിളിയും ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ. വാവിട്ട് കരഞ്ഞുകൊണ്ട് അവർ അയൽവീട്ടിലേക്ക് ഓടി. പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് അമ്മ കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്തിയത്. ഉപ്പുതറയിൽ താമസിക്കുന്ന രജനിയെ ഭർത്താവ് സുബിൻ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. ഇരുവരും തമ്മിൽ വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുടുംബകലഹത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്നാണ് നിഗമനം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിലാണ്. വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. രജനിയുടെ ഭർത്താവ് സുബിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട്. 1 മാസം മുൻപാണ് ഇവർ ഈ വീട്ടിൽ വീണ്ടും ഒരുമിച്ച് താമസം ആരംഭിച്ചത്. ഞാൻ മറ്റു 2-3 പേരെയും കൂടെ അയൽവാസികളെ പറഞ്ഞു വിട്ടു. അവർക്ക് വന്നപ്പോൾ ഇത് മരിച്ചു കിടക്കുന്നതാണെന്ന് സംശയം തോന്നി. വീണ്ടും വിളിച്ച് അതിനെ തുടർന്ന് നമ്മൾ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നപ്പോൾ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. അതിൻ്റെ എന്താണ് പ്രശ്നമെന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് കുടുംബകലഹം ഇവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അയൽവാസികൾക്കെല്ലാം അറിയാം. എങ്ങനെ മരിച്ചു എന്നുള്ളത് നമുക്കിനി അന്വേഷണത്തിൽ മനസ്സിലാകേണ്ട കാര്യമാണ്. ഇവരുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ രജനി അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. മകൻ ഈ വിവരം ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ലാവനെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് രജനി തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചതായി കണ്ടെത്തിയത്. ഭർത്താവ് സുബിൻ ഉച്ചയ്ക്ക് 1:30 പരപ്പിൽ നിന്ന് ബസ്സിൽ കയറിപ്പോയത് കണ്ടവരുണ്ട്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. സുബിനും രജനിക്കും 3 മക്കളാണുള്ളത്. 3 വിദ്യാർത്ഥികളാണ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.